ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2024 ഏപ്രിൽ മന്ത് നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മളിവിടെ സോൾവ് ചെയ്യുന്ന ആൻസർ, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നമ്മളിത് വെരിഫൈ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. A batsman scored 160 runs, which includes 15 boundaries and 6 sixes. What percentage of his total score did he make by running between the wickets? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് എന്ന പോർഷനിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. പെർസെൻറ്റേജ് എന്ന പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. അതായത് ഒരു ബാറ്റ്സ്മാൻ ടോട്ടൽ 160 റൺസാണ് എടുത്തിട്ടുള്ളത്. അതിൽ 15 ബൗണ്ടറീസും അതുപോലെ 6 സിക്സസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ 160 റൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൂടാതെ റണ്ണിങ് ബിറ്റ്വീൻ വിക്കറ്റ്സിൽ കുറച്ച് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ റണ്ണിങ് ബിറ്റ്വീൻ വിക്കറ്റ്സിൽ സ്കോർ ചെയ്തിട്ടുള്ള റൺസ് എന്ന് പറയുന്നത് ടോട്ടൽ സ്കോറിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 160 റൺസ് ആണ്. അപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ സ്കോർ 160 റൺസ് ആണ്. ഓക്കെ, അതിൽ 15 ബൗണ്ടറീസ് വരുന്നുണ്ട്, പിന്നെ സിക്സസ് വരുന്നുണ്ട്, അതുപോലെ റണ്ണിങ് ബിറ്റ്വീൻ വിക്കറ്റ്സ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. ആദ്യം ടോട്ടൽ റൺസ് എന്ന് പറയുന്നത് എത്രയാ? 160 ആണല്ലേ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ 160 റൺസ് ആണെന്ന്. അതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? 15 ബൗണ്ടറീസ്. ഓക്കെ, അപ്പോൾ ബൗണ്ടറീസ് പറഞ്ഞാൽ എപ്പോഴും ടോട്ടൽ റൺസ് ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് അതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 15 × 4 ചെയ്തപ്പോൾ നമുക്ക് 60 റൺസ് കിട്ടി. അപ്പോൾ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 60 റൺസ്. ദെൻ 6 സിക്സസ്. ഓക്കെ, അപ്പോൾ സ്കോർ ഫോർ സിക്സസ് എന്താണ്? അപ്പോൾ സിക്സസിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റൺസ് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 6 36 റൺസ് എന്ന് കിട്ടി. ഓക്കെ, 15 ബൗണ്ടറീസിൽ നിന്ന് 60 റൺസ് വരുന്നുണ്ട്, അതുപോലെ 6 സിക്സസിൽ നിന്ന് 36 റൺസ് വരുന്നുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് ബൗണ്ടറീസും സിക്സസും കൂടി ചേർത്തിട്ട് ടോട്ടൽ എത്ര റൺസാണ്? 60 + 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 96 റൺസ്. ഓക്കെ, ഈ 160 റൺസിൽ 96 റൺസ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്? ബൗണ്ടറീസും സിക്സസും കൂടി ചേർത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ബാലൻസ് വരുന്നത്, അതായത് 160ൽ നിന്ന് 96 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 64 റൺസ് വരുന്നുണ്ട് അല്ലേ. ഈ 64 റൺസാണ് എങ്ങനെ കിട്ടിയിട്ടുള്ളത്? റൺസ് ബിറ്റ്വീൻ വിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൺസ് ബിറ്റ്വീൻ വിക്കറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 64 റൺസാണ്. ക്ലിയർ ആണല്ലോ. ടോട്ടൽ സ്കോർ 160 റൺസ് ആണ്. 15 ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ 60 റൺസ്, അതുപോലെ 6 സിക്സസ് എന്ന് പറഞ്ഞാൽ 36 റൺസായി. അപ്പോൾ ടോട്ടൽ 96 റൺസ് ഉണ്ട്. അപ്പോൾ 160ൽ നിന്ന് 96 സബ്ട്രാക്ട് ചെയ്താൽ ബാലൻസ് വരുന്ന 64 എന്ന് പറയുന്നത് റൺസ് ബിറ്റ്വീൻ വിക്കറ്റ്സ് ആണ്. ഇനി ഇത്രയേ ഉള്ളൂ ഫൈൻഡ് ചെയ്യാനുള്ളത്. അതായത് ഈ റൺസ് ബിറ്റ്വീൻ വിക്കറ്റ്സ് എന്ന് പറയുന്നത് ടോട്ടൽ റൺസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? ഓക്കെ, ഇപ്പോൾ പെർസെൻറ്റേജ് ഓഫ് റൺസ് ഫ്രം വിക്കറ്റ് ടു വിക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് നോക്കൂ. നമുക്ക് ഇപ്പോൾ ഒരു എക്സാം നടത്തിയെന്ന് കരുതുക. 160 മാർക്കിന് എക്സാം നടത്തി. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത് 64 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാർക്കിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ന്യൂമറേറ്ററിലും ടോട്ടൽ മാർക്ക് ഡിനോമിനേറ്ററിലും എഴുതും അല്ലേ. എന്നിട്ട് × 100 ചെയ്യും. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും എന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ 64 എന്ന് പറഞ്ഞാൽ റൺസ് ബിറ്റ്വീൻ വിക്കറ്റ്സ്, അത് ന്യൂമറേറ്ററിൽ എഴുതുന്നു. ടോട്ടൽ എത്രയാണ്? 160 ആണല്ലേ. അപ്പോൾ 64 എന്ന് പറയുന്നത് 160യുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ഇങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 64 ഡിവൈഡഡ് ബൈ 160 × 100. ഇനി ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു? 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ 64ൽ 16 4 ടൈംസ് ഉണ്ട്. അങ്ങനെ 4 × 10 ചെയ്തപ്പോൾ 40% എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 40%. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടോട്ടൽ 160 റൺസാണ്. 15 ബൗണ്ടറീസിൽ നിന്ന് 15 × 4 60 റൺസ് കിട്ടും. അതുപോലെ 6 സിക്സസ് എന്ന് പറയുമ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 36 റൺസ് കിട്ടി. അങ്ങനെ ടോട്ടൽ അവിടെ നിന്ന് 96 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് വരുന്ന 64 ആണ് റൺസ് ബിറ്റ്വീൻ വിക്കറ്റ്സ് എന്ന് പറയുന്നത്. അത് ടോട്ടൽ റൺസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a triangle ABC, cone A equal to 120 degree, AB equal to AC equal to 10 centimeter, then what is the length of BC?
ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അതിലൊരു ഫിഗർ തന്നിട്ടുണ്ട്, പിന്നെ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക. കോൺ എ 120 ആണ്, അതുപോലെ എ ബിയും എ സിയും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിരിക്കും. 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിന് പറയുന്ന പേരാണ് ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 കോണുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസ്ലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. അതായത് കോൺ ബിയും കോൺ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ബി സിയുടെ ലെങ്ത് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, നോക്കൂ. അപ്പോൾ ഇതിൽ 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ട ഫിഗറാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്, ബാക്കിയൊക്കെ നമ്മൾ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ 120നെ 2 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാണ്. 60 ഡിഗ്രി 60 ഡിഗ്രി എന്നിങ്ങനെ, അതുപോലെ 10 സെൻറ്റിമീറ്റർ എന്ന് മാർക്കും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ട്രയാങ്കിൾ എ ബി ഡി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എ എന്ന പോയിന്റിൽ നിന്ന് ബി സിയിലോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. അത് ഈ ഒരു ട്രയാങ്കിളിൽ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എ ബി ഡി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. എ ബി ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സൈൻ 60, സൈൻ റേഷ്യോ എങ്ങനെയാ? സൈൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ബി ഡി. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി ഡിയും ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാ? എ ബി ആണ് അല്ലേ. അതിൽ എ ബിയുടെ ലെങ്ത് അറിയാം, എത്രയാ? 10 സെൻറ്റിമീറ്റർ. അതുപോലെ സൈൻ 60യുടെ വാല്യൂ √3/2 ആണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, √3/2 = BD/10 എന്ന്. അങ്ങനെയാണെങ്കിൽ ബി ഡി എന്താ വരുന്നത്? 10 × √3/2 ആണ് അല്ലേ. ദാറ്റ് ഈസ് 5√3 എന്ന് കിട്ടും. ബി ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 5√3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോറി, 5√3 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ബി സിയുടെ ലെങ്ത് ആണ്. അപ്പോൾ ബി സി എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 5√3 തന്നെ ഈ ഭാഗത്തും വരും. ഓക്കെ, അങ്ങനെ 10√3 എന്നാണ് ബി സിയുടെ ലെങ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ബി സി എന്ന് പറയുന്നത് എത്രയാ? 10√3 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കോൺ എ 120 ഡിഗ്രി ആണ്, എ ബിയും എ സിയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ? 10 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നു. ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മളിതിന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. അത് ഈ ട്രയാങ്കിൾ 2 ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം സൈൻ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ബി സിയുടെ വാല്യൂ, ബി ഡിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു. ബി ഡിയുടെ ഡബിൾ ആണ് ബി സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n² + 2n. വാട്ട് ഈസ് ദി 21st ടേം ഓഫ് ദി സീക്വൻസ്? ഓക്കെ, ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ n ടേംസിൻ്റെ സമ്മ് 5n² + 2n ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്നും 21ാമത്തെ ടേമാണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടേം, ദെൻ ഫസ്റ്റ് 2 ടേംസിൻ്റെ സമ്മ്, ദെൻ ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മ്, ദെൻ ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുന്നത്, സം ഓഫ് സീക്വൻസ് തന്നതുകൊണ്ട്. ഓക്കെ, ടേം ഒരു nth ടേമാണ് തരുന്നതെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടേംസാണ് കിട്ടുക. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെയാണ്. ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. n ടേംസിൻ്റെ സമ്മ് 5n² + 2n ആണ്. എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 5 × 1² + 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ടേം തന്നെയാണ്. ഓക്കെ, ആദ്യത്തെ ഒരു ടേമിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഇനി S2 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിന് പകരം 2 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 ടേംസിൻ്റെ സമ്മാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്നിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 × 2² + 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 2² 4 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 5 × 4 20 + 4 അല്ലേ. ദാറ്റ് ഈസ് 24 എന്ന് കിട്ടും. S2 24 എന്ന് കിട്ടി. അതായത് ആദ്യത്തെ 2 ടേംസിൻ്റെ സമ്മ്, S2 എന്ന് പറഞ്ഞാൽ എന്താ? 2 ടേംസിൻ്റെ സമ്മിൽ, അതായത് A1 എന്ന ആദ്യത്തെ ടേമും A2 എന്ന സെക്കൻഡ് ടേമും കൂടി ചേർന്നിട്ടുള്ളതാണ് 24. അതിൽ A1 എന്ന് പറയുന്നത് 7 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ A1ൻ്റെ വാല്യൂ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് A2 എന്ന് പറയുന്നത് 24 - 7 വിച്ച് ഇസ് ഈക്വൽ ടു 17 എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേം കിട്ടിയിട്ടുണ്ട് A1 ദാറ്റ് ഈസ് 7, ദെൻ A2 കിട്ടി എത്രയാ 17. ഈ ആദ്യത്തെ ടേം സെക്കൻഡ് ടേം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ എന്ത് കിട്ടും, സീരീസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ടേം 7 ആണ്, സെക്കൻഡ് ടേം 17 ആണ്. അപ്പോൾ എത്രയാണ് കൂട്ടി പോകുന്നത്, 10 ആണെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയതുകൊണ്ട് ഒരു കോമൺ നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ 7 17 ആണെങ്കിൽ അടുത്ത ടേം എന്ന് പറയുന്നത് വീണ്ടും ഒരു 10 ആഡ് ചെയ്തിട്ടുള്ള 27 എക്സെട്ര, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ ആ ഒരു സീരീസിലെ ഏത് ടേം വേണമെങ്കിലും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ 21st ടേമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ സീരീസ് വേണം, അതല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ടേമും കോമൺ ഡിഫറൻസും വേണം. ഓക്കെ, അപ്പോൾ 7 17 27 നിന്ന് ആദ്യത്തെ ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്നും കോമൺ ഡിഫറൻസ് എത്രയാണ്, എത്ര വീതമാണ് കൂട്ടി പോകുന്നത്, 10 ആണ്. അപ്പോൾ D ഈക്വൽ ടു 10 എന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A21 ദാറ്റ് ഈസ് 21ാമത്തെ ടേം ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ nth ടേം ഫൈൻഡ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ A + n - 1 × D ആണ്. ഓക്കെ, A + n - 1 × D. അപ്പോൾ A21 എന്ന് പറഞ്ഞാൽ 21ാമത്തെ ടേം എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക, A + 20D. ഓക്കെ, 25ാമത്തെ ടേം ആണെങ്കിലോ A + 24D. ഓക്കെ, അപ്പോൾ A21 A + 20D ആണ്. എയുടെ വാല്യൂ 7ഉം അതുപോലെ ഡിയുടെ വാല്യൂ 10ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 7 + 200 വിച്ച് ഇസ് ഈക്വൽ ടു 207. ഓക്കെ, ആൻസർ 207 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സം ഓഫ് n ടേംസ് ആണ് തന്നിട്ടുള്ളത്. എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് ഫസ്റ്റ് ടേം, ഫസ്റ്റ് 2 ടേംസിൻ്റെ സമ്മ്, ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മ് എന്നിങ്ങനെയാണ് കിട്ടുന്നത്. അതിൽ ആദ്യത്തെ ടേം കിട്ടും. ദെൻ അതിനുശേഷം ഫസ്റ്റ് 2 ടേംസിൻ്റെ സമ്മിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ടേമും ഫൈൻഡ് ചെയ്യാം. അങ്ങനെ ഒരു പ്രോഗ്രഷൻ ഫോം ചെയ്യുന്നു. ഓക്കെ, അതിൽ ആദ്യ പദവും കോമൺ ഡിഫറൻസും എടുത്തതിന് ശേഷം 21ാമത്തെ പദം നമ്മൾ A + 20D എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി ഫിഗർ കോൺ BOX ഈക്വൽ ടു T ഡിഗ്രി, കോർഡിനേറ്റ്സ് ഓഫ് B 1/2, 1/2, ദെൻ വാട്ട് ഈസ് സൈൻ T. ഓക്കെ, ബിയുടെ കോർഡിനേറ്റ് 1/2, 1/2 ആണ്. ദെൻ സൈൻ T ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഗർ നന്നായിട്ട് നോക്കുക. ഈ ഒരു 2024 ഏപ്രിൽ നടന്നിട്ടുള്ള എക്സാമിന് കൂടുതലായിട്ട് നമുക്ക് ഫിഗർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ആ എക്സാം ഹാളിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഫിഗർ നന്നായിട്ട് നോക്കുക. അതിൽ ബിയുടെ കോർഡിനേറ്റ് 1/2, 1/2 എന്ന് തന്നിട്ടുണ്ട്. ദെൻ അതിൽ നിന്നും സൈൻ T ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് കേട്ടോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഫിഗർ. ആ ബിയുടെ നമ്മൾ B എന്ന പോയിന്റ് താഴോട്ട് നീട്ടി വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്കതിന് ആ ഒരു സെപ്പറേറ്റ് ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളാണ് ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുള്ളത്. ഓക്കെ, ആ ട്രയാങ്കിൾ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിന് C എന്ന പേര് കൊടുത്തിട്ടുണ്ട്. OBC എന്നൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ബിയുടെ പോയിന്റ് 1/2, 1/2 ആണ്. അതതിൻ്റെ X വാല്യൂ 1/2 ആണ്, Y വാല്യൂ 1/2 ആണ്. ഓക്കെ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഇത് 1/2 ആണ്, ഇതും 1/2 ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ട്രയാങ്കിളിൽ BC 1/2 ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ OCയും 1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. BCൻ്റെ ലെങ്ത്തും OCൻ്റെ ലെങ്ത്തും എത്രയാണ്, 1/2 ആണ്. ദെൻ ഇതിൽ നിന്നും OBൻ്റെ ലെങ്ത്ത് കണ്ടെത്താനായിട്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണ്. OB അല്ലെങ്കിൽ BO വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1/2 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ. ഓക്കെ, നമ്മുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഹൈപ്പോട്ടനസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഓക്കെ, അത് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ BO ഈക്വൽ ടു റൂട്ട് ഓഫ് 1/2 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഓക്കെ, അങ്ങനെ റൂട്ട് ഓഫ് 1/4 പ്ലസ് 1/4 കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4ഉം 1/4ഉം കൂടി ആഡ് ചെയ്താൽ 1/2 ആണ് വരുന്നത്. അപ്പോൾ റൂട്ട് 1/2 എന്ന് നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടി. ഓക്കെ, OBയുടെ ലെങ്ത്. എന്തിനാണ് OBയുടെ ലെങ്ത് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്? ഇതിൽ സൈൻ T എന്ന് പറഞ്ഞാൽ സൈൻ റേഷ്യോ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് അല്ലേ. സൈൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടനസ് അതായത് OBൻ്റെ ലെങ്ത് വേണം. അതിനായിട്ടാണ് ഇങ്ങനെ നമ്മൾ OBയുടെ ലെങ്ത് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ എ എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതിലിപ്പോൾ സൈൻ ടി ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ബി ഒ. ഓക്കെ, ബി സി ബൈ ബി ഒ എന്ന് വരും. ബി സിന്റെ വാല്യൂ എത്രയാ? 1/2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബി ഒയുടെ വാല്യൂ √1/2 ആണ്. ഓക്കെ, അപ്പോൾ 1/2 ബൈ √1/2. ഡിനോമിനേറ്ററിലുള്ള √1/2 ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു √2 എന്നായി മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ന്യൂമറേറ്ററിൽ ഒരു 1/2 ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ടേമിനെ മുകളിലോട്ട് കൊണ്ടുവന്നാൽ √1/2 എന്നല്ലേ, അതായത് √1/√2. അപ്പോൾ മുകളിലോട്ട് വന്ന √2/√1. ഓക്കെ, അതായത് √2 എന്ന് തന്നെ വരും, കാരണം √1 എന്ന് പറഞ്ഞ 1 തന്നെയാണല്ലോ. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് ഇപ്പോൾ 2 എന്ന് പറഞ്ഞ √2 × √2 ആണ് അല്ലേ. 2 എന്ന് പറഞ്ഞാൽ എന്താ? √2 × √2 ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം ക്യാൻസൽ ചെയ്താൽ ഡിനോമിനേറ്ററിൽ ഒരു √2 വരും. അങ്ങനെയാണ് നമ്മുടെ ആൻസർ 1/√2 എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആൻസർ 1/√2. സൈൻ ടിയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൈൻ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/√2. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. സൈൻ ടി ആണ് ചോദിച്ചിട്ടുള്ളത്. സൈൻ ടി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിന്റെ വാല്യൂ നമുക്കറിയാം 1/2 ആണ്, പക്ഷേ ഹൈപ്പോട്ടന്യൂസ് അറിയില്ല. അപ്പോൾ അതിനുവേണ്ടി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഒബിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു, അതായത് ഹൈപ്പോട്ടന്യൂസ് ഫൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് സൈൻ റേഷ്യോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. AB is a diameter of the circle x² + y² = 25. Coordinates of A are 3, 4. Then what are the coordinates of B? ഓക്കെ, ഇപ്പോൾ ഇതിൽ ഫിഗർ ഒന്നും തന്നിട്ടില്ല. x² + y² = 25 എന്ന് പറയുന്ന ഒരു സർക്കിള്, ആ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് AB എന്ന് പറയുന്നത്. അതിൽ എയുടെ കോർഡിനേറ്റ് 3, 4 എന്ന് തന്നിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ബിയുടെ കോർഡിനേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, x² + y² = 25 എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് അല്ലേ. അതിന്റെ പ്രത്യേകത എന്താ? സെന്റർ വരുന്നത് ഒറിജിനിലും, അതായത് 0, 0ലും, അതുപോലെ റേഡിയസ് എത്ര വരും? 25ന്റെ റൂട്ട്, ദാറ്റ് ഈസ് 5 കിട്ടും. അതായത് ജനറൽ ഫോർമാറ്റ് ഒറിജിൻ സെന്റർ ആയിട്ടും 6 റേഡിയസ് ആയിട്ടും വരുന്ന ഒരു സർക്കിളിന്റെ ജനറൽ ഫോർമാറ്റ് ആണ് x² + y² = r² എന്ന് പറയുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഫിഗർ എല്ലാം വരച്ചൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഫിഗർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഇത് കണ്ടോ, സർക്കിള്, ആ സർക്കിളിൻ്റെ 2 പോയിൻ്റാണ് എയും ബിയും. ഓക്കെ, അതിൽ എയുടെ കോർഡിനേറ്റ് 3, 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3ഉം 4ഉം എക്സും വൈയും അവിടെ പോസിറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് എ എന്ന പോയിന്റ് വരുന്നത്. ഓക്കെ, ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ x² + y² = 25. ബിയുടെ കോർഡിനേറ്റ് x, y എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെയാണ്. എയുടെ പോയിന്റ് തന്നിട്ടുണ്ട് 3ഉം 4ഉം ആണ്. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഈ ഒ എന്ന് പറഞ്ഞാൽ അത് സെൻറ്റർ ആണ്. അതായത് AB എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് ആണ് ഏത്? ഒറിജിൻ എന്ന് പറയുന്നത്. ഇതൊരു ഒറിജിനിൽ 0, 0ൽ സെൻറ്ററായിട്ട് വരുന്ന ഒരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ AB എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഒ എന്ന് പറയുന്നത്. എയുടെ കോർഡിനേറ്റ് 3, 4ഉം ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x, y ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ്? സെൻറ്റർ ഉണ്ടല്ലോ, ബിയുടെ കോർഡിനേറ്റ് ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. ക്ലിയർ ആണല്ലോ. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 മിഡായിട്ടാണ് ഏത് വരുന്നത്? ഒറിജിൻ വരുന്നത്. അപ്പോൾ മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യും. ഇതാണ് മിഡ് പോയിന്റ് ഫോർമുല. അതായത് x1 + x2/2, y1 + y2/2. ഓക്കെ, മിഡ് പോയിന്റ് ഫോർമുല എന്താണ്? ഒരു ലൈന്. ഓക്കെ, ഒരു ലൈനിൻ്റെ 2 എൻഡ് പോയിന്റ്സ് x1, y1ഉം x2, y2 തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ ആണ് x1 + x2/2, y1 + y2/2. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കൂ, ഇത് x1ഉം y1ഉം ഇത് x2ഉം y2 ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ 3 + x / 2 നോക്കൂ, 3 + x / 2, 4 + y / 2. ഓക്കെ, ഇതാണ് 2 എൻഡ് പോയിന്റ്സ്. അപ്പോൾ 3 + x/2, 4 + y/2 = അതിൻ്റെ മിഡ് പോയിന്റ് ഏതാ? ഈ AB എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് ഏതാണ്? O എന്ന് പറയുന്ന ഒറിജിൻ ആണ്, ദാറ്റ് ഈസ് 0, 0. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് കമ്പയർ ചെയ്യാം അല്ലേ. അതായത് ഫസ്റ്റ് ടേം ഈക്വൽ ടു 0 എടുക്കുന്നു, 3+x/2 ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുന്നു. അതിൽ നിന്നും എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും, x ഈക്വൽ ടു -3 എന്നും, അതുപോലെ സെക്കൻഡ് ടേം 4+y/2 ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ -4 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിന് വാല്യൂ -3യും വൈക്ക് വാല്യൂ -4ഉം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ബിയുടെ കോർഡിനേറ്റ് തന്നെയാണ്. ഇപ്പോൾ ബിയുടെ കോർഡിനേറ്റ് -3യും -4ഉം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, -3, -4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. O ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദി ട്രയാങ്കിൾ. ഓക്കെ, O എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളുടെ ഇൻസൈഡ് വരുന്നൊരു പോയിന്റ് ആണ്. അതുപോലെ കോൺ OBCയും OCAയും ഈക്വൽ ആണ്. അതുപോലെ OCBയും OBAയും ഈക്വൽ ആണ്. കോൺ എ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ BOC, കോൺ BOC ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതിൽ ഏതൊക്കെ കോണുകളാണ് ഈക്വൽ എന്ന് പറയുന്നത്, OBC. ഓക്കെ, അതായത് ഈ ഒരു ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇതും ഈ ഒരു കോണും ഈക്വൽ ആണ്. അതുപോലെ വേറെ ഏതൊക്കെയാ, കോൺ OCB. ഓക്കെ, OCB ദാറ്റ് ഈസ് ഇത്, രണ്ട് ലൈന് മാർക്ക് ചെയ്തിട്ടുള്ള ഇതും ഈ രണ്ട് കോണുകളും ഈക്വൽ ആണ്. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ കോണുകളാണ് ഈക്വൽ എന്ന്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗർ. പിന്നെ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. BOCയുടെ BOCയുടെ ലെങ്ത് ആണ്, സോറി കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. നോക്കൂ, ഇവിടെ ഏതൊക്കെയാണ് ഈക്വൽ എന്ന് പറയുന്നത്, കോൺ ബിയും കോൺ സിയും ഈക്വൽ ആണല്ലോ. എങ്ങനെയാണ് ഈക്വൽ എന്ന് പറയുന്നത് നോക്കൂ, ഞാനിവിടെ XY എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും എന്താ, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ X+Y ആണല്ലേ. ഇത് ആഡ് ചെയ്യുമ്പോൾ X+Y ആണ്, ഇത് ആഡ് ചെയ്യുമ്പോഴും X+Y ആണ്. നന്നായി ശ്രദ്ധിക്കുക. കോൺ ബി എന്ന് പറഞ്ഞാൽ X+Y ആണ്, ഇവിടെയും X+Y ആണ്. അപ്പം അതിനർത്ഥം എന്താണ്, ബിയും സിയും ഈക്വൽ ആണ്. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് കിട്ടി, ബിയും സിയും ഈക്വൽ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു X+Y. ഇത്രയും ക്ലിയർ ആണല്ലോ. കോൺ ബിയും കോൺ സിയും ഈക്വൽ ആണ്, അത് എത്രയാണ്, എക്സും വൈയും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ട്രയാങ്കിൾ ABC, വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ഇതിനകത്ത് ABCയിൽ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ, 180 ഡിഗ്രി അല്ലേ. അതായത് കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C ഈക്വൽ ടു എത്രയാണ്, 180 ഡിഗ്രിയാണ്. എയുടെ വാല്യൂ 50 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ വാല്യൂ 50 ഡിഗ്രിയും ബിയും സിയും കൂടി ചേർന്നാൽ എന്താ, B X+Y ആണ്, സിയും X+Y ആണ്. രണ്ടും കൂടി കൂട്ടിയാൽ 2 × X+Y കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അതിൽ നിന്നും 2 X+Y ഫൈൻഡ് ചെയ്യുന്നു. എത്രയാണ്, 180 - 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 130. അപ്പോൾ 2 × X+Y ആണ് 130. അങ്ങനെയാണെങ്കിൽ X+Y എന്ന് പറഞ്ഞാൽ 130ന്റെ പകുതി വരും, ദാറ്റ് ഈസ് 65 ഡിഗ്രി. ഏതാണ്, എക്സും വൈയും കൂടി ചേർന്നാൽ എത്രയാണ്, 65 ഡിഗ്രിയാണ്. എക്സും വൈയും കൂടി ചേർന്നാൽ 65 ഡിഗ്രിയാണ്. നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഇനി ട്രയാങ്കിൾ BOC എടുക്കുക കേട്ടോ. നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള O ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ BOC കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രയാങ്കിളിലും ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ, 180 ഡിഗ്രിയാണ് അല്ലേ. ദാറ്റ് ഈസ് കോൺ B പ്ലസ് കോൺ C പ്ലസ് കോൺ O എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോൺ Bയും കോൺ സിയും ഓയും കൂടി ചേർന്നതാണ് 180 ഡിഗ്രി. അതിൽ എക്സും വൈയും ആണ് കോൺ ബിയും കോൺ സിയും അല്ലേ. അതായത് X+Y എത്രയാ, 65 ഡിഗ്രിയാണ്. ഓക്കെ, 65 ഡിഗ്രി പ്ലസ് കോൺ O ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ദെൻ അതിൽ നിന്നും കോൺ O ദാറ്റ് ഈസ് കോൺ BOC എന്ന് പറയുന്നത് എന്താ, 180 - 65 ദാറ്റ് ഈസ് ഈക്വൽ ടു 115. 105 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുന്നു. ഈ ട്രയാങ്കിളിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ X+Y ആണ്, ഇതും X+Y ആണ്. അങ്ങനെയാണെങ്കിൽ കോൺ ബിയും കോൺ സിയും ഈക്വൽ ആണെന്ന് കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു X+Y. ഓക്കെ, ദെൻ അതിൽ നിന്നും X+Yയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു, 65 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ഈ ഒരു ട്രയാങ്കിൾ എടുക്കുന്നു. ഈ ട്രയാങ്കിളിനകത്ത് ടോട്ടൽ ആംഗിൾ 180 ആണ്. അതിലൊന്ന് X ഉണ്ട്, ഒന്ന് Y ഉണ്ട്. രണ്ടും കൂടി കൂട്ടിയാൽ 65 ആണ്. നമുക്ക് സെപ്പറേറ്റ് എക്സും വൈയും ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അത് നോട്ട് പോസിബിൾ ആണ്. പക്ഷേ X+Y 65 ഡിഗ്രിയാണ് നമുക്കറിയാം. അത് വെച്ചിട്ട് നമുക്ക് തേർഡ് ആംഗിൾ, ഈ ഒരു ആംഗിൾ 115 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ B ആണ്, 115 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. O ഈസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് AB ഈസ് എ കോഡ്. P ഈസ് എ പോയിന്റ് ഓൺ AB.
PA equal to 3 centimeters, PB equal to 8 centimeters, OP equal to 5 centimeters. Then what is the radius of the circle? Okay. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. O എന്ന് പറയുന്നത് ആ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ആണ്. പിന്നെ AB എന്ന് പറയുന്നത് കോഡ്. ഓക്കെ, കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് എന്തെന്ന് പറയുന്നത്, കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ലോങ്ങസ്റ്റ് കോഡ്, ഒരു സർക്കിളിൻ്റെ ലോങ്ങസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ പി എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ആ ഒരു കോഡിലുള്ള ഒരു പോയിന്റ് ആണ് പി. ഓക്കെ, മിഡ് പോയിന്റ് അല്ല, AB എന്ന് പറയുന്ന ഈ ഒരു കോഡിൽ ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. അതുപോലെ പിയിൽ നിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റേഴ്സും പിയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്ററും ആണ്. പിന്നെ ഒ പി എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്നും ഈ പി എന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എത്രയാ, 5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒ പി എന്ന് പറയുന്നത് എന്തല്ല, റേഡിയസ് അല്ല. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫിഗറിൽ നിന്ന്, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് തന്ന ഫിഗറാണ് ക്വസ്റ്റ്യനിലുള്ളത്. അതിന് പുറമെ അഡീഷണലായിട്ട് ഞാനിവിടെ എ പിയുടെ ലെങ്ത് 3 സെൻറ്റിമീറ്ററും അതുപോലെ പി ബിയുടെ ലെങ്ത് 8 സെൻറ്റിമീറ്ററും ഒ പിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് റേഡിയസ് ആണ്. ഒയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒയിൽ നിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, perpendicular from the center of a circle to a chord bisect the chord. ഒരു തിയറം ആണ്. അതായത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും കോഡിലോട്ടുള്ള ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് കോഡിനെ രണ്ടായിട്ട് ബൈസെക്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ. പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു എ കോഡ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും കോഡിലോട്ടുള്ള ഒരു പെർപെൻഡിക്കുലർ ആ ഒരു കോഡിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഒ എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്നും എ ബി എന്ന് പറയുന്ന കോഡിലോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അത് ക്യൂ എന്ന പോയിന്റിലാണ് കോഡിന് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒ പി ക്യൂ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. അതിൻ്റെ ബേസ് പി ക്യൂയും അതുപോലെ ഒ ക്യൂ എന്ന് പറയുന്നത് ഹൈറ്റും ഒ പി എന്ന് പറയുന്നത് ഹൈപ്പട്ടനീസും ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നോക്കൂ, എ ക്യൂ എന്ന് പറയുന്നത് 5.5, എ ക്യൂവും ബി ക്യൂവും 5.5 സെൻറ്റിമീറ്റർ ആണ്. അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഈ ഒരു പെർപെൻഡിക്കുലർ എ ബി എന്ന് പറയുന്ന കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അതായത് ടോട്ടൽ ലെങ്ത്തിനെ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നേരത്തെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് നോക്കൂ, ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എ ബി എന്ന് പറയുന്ന ലെങ്ത് പി എയും പി ബിയും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതായത് 3 + 8 11 ആണ് എ ബിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, എ ബിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 11 ആണ്. അതിന് 2 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 2 ഈക്വൽ പാർട്ട് എന്ന് പറയുമ്പോൾ 5.5 വരും ഓരോ പാർട്ടും. ഓക്കെ, ഇപ്പോൾ 5.5 എന്ന് പറയുന്നത് ഏതാണ്, ഈ എയിൽ നിന്ന് ക്യൂലോട്ടുള്ള ഡിസ്റ്റൻസും അതുപോലെ ബിയിൽ നിന്ന് ക്യൂലോട്ടുള്ള ഡിസ്റ്റൻസാണ് 5.5 എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു കുഞ്ഞു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്, ഒ പി ക്യൂ. ഓക്കെ, ഈ ഒ പി ക്യൂ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ക്യൂവിൽ അത് റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒ പിയുടെ ലെങ്ത് നമുക്കറിയാം 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഒ പിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ പി ക്യൂ എത്രയാ, പി ക്യൂ 2.5 സെൻറ്റിമീറ്റർ ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? എ പി എന്ന് പറയുന്ന ലെങ്ത് 5.5 ആണ് അല്ലേ, ഈക്വൽ ആയിട്ട് ബൈസെക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എ ക്യൂ എന്ന് പറയുന്ന ലെങ്ത് 5.5 ആണ്. അതിൽ നിന്ന് എ പിയുടെ ലെങ്ത് ആയ 3 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 2.5 കിട്ടിയിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അതിൽ നിന്നും ഒ ക്യൂവിൻ്റെ ലെങ്ത് ആണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഒ ക്യൂവിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒ ക്യൂ എന്ന് പറഞ്ഞാൽ ഹൈപ്പട്ടനീസിൻ്റെ സ്ക്വയറിൽ നിന്നും ബേസ് സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഒ പി സ്ക്വയർ മൈനസ് പി ക്യൂ സ്ക്വയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് 2.5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 25ന്റെ സ്ക്വയർ 625 ആണ്. അപ്പോൾ 2.5ന്റെ സ്ക്വയർ 625 വരും. 6.25 എന്ന് കിട്ടും. 25ൽ നിന്ന് 6.25 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ
18.75 എന്ന് കിട്ടും. അങ്ങനെ OQ എന്ന് പറയുന്നത് √18.75 എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് O എന്ന് പറയുന്ന സെന്റർ ആണ്, AB എന്ന് പറയുന്ന കോഡാണ്, അതിലോട്ടുള്ള ABയിലെ ഒരു പോയിന്റ് ആണ് P എന്ന് പറയുന്നത്, അതുപോലെ Oയും Pയും തമ്മിൽ ഡിസ്റ്റൻസ് 5, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് പുറമെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഈ സെന്ററിൽ നിന്നും കോഡിലോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഒരു ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് OB കണ്ടെത്താനാണ് നമ്മൾ പോകുന്നത്. പക്ഷെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് OQന്റെ വാല്യൂ കൂടി വേണം. അതിന് ഇപ്പുറത്തൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് OQന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. OQ അങ്ങനെ നമുക്ക് √18.75 കിട്ടി. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് OBQ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, OBQ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ OQന്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് √18.75 എന്ന്. അതുപോലെ BQ എന്ന് പറയുന്നത് 5.5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, BQന്റെ വാല്യൂ 5.5 സെന്റിമീറ്റർ. അത് നമ്മൾ ബൈസെക്ട് ചെയ്യുന്ന സമയത്ത് ഉള്ള വാല്യൂ നേരത്തെ കണ്ടുവച്ചതാണ് 5.5. ഈ രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് OBന്റെ ലെങ്ത് കണ്ടെത്താം. OB എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ OB =OQ² പ്ലസ് BQ². OB എന്ന് പറയുന്ന ഹൈപ്പോട്ടനിസ് ആണ്. ഓക്കെ, അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് √base² പ്ലസ് ഹൈറ്റ് സ്ക്വയർ ചെയ്തിരിക്കുകയാണ്. OQ എന്ന് പറയുന്നത് √18.75 ആണ്. അതിന് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് റൂട്ട് പോയിട്ട് 18.75 എന്നാകും. പിന്നെ 5.5ന്റെ സ്ക്വയർ 30.25 ആണ്. അപ്പോൾ 5.5ന്റെ സ്ക്വയർ 5.5 ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതായത് ഒരു എളുപ്പ വഴിയുണ്ട്. 5ൽ അവസാനിക്കുന്ന സംഖ്യകളാണെങ്കിൽ, 5ൽ എൻഡ് ചെയ്യുന്ന സംഖ്യകളാണെങ്കിൽ അതിന്റെ സ്ക്വയർ കാണാനായിട്ട് ഫസ്റ്റ് ഡിജിറ്റും അതിനുശേഷം വരുന്ന ഡിജിറ്റ്, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 5 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ഏതാ? 6 ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റും അതിനുശേഷം വരുന്ന നമ്പേഴ്സിൽ അതിനുശേഷം വരുന്ന നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5നെ 6ഉം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 ആണ് കിട്ടുന്നത്. പിന്നെ എല്ലാ 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെയും എൻഡിൽ എന്ത് തന്നെയായിരിക്കും? 25 തന്നെയായിരിക്കും. അങ്ങനെ 3025 ആണ് 55ന്റെ സ്ക്വയർ. 5.5 ആയതുകൊണ്ട് തന്നെ 30.25 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ 18.75ഉം 30.25ഉം തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് 49 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ √49 എന്ന് പറഞ്ഞാൽ എത്രയാ? 7 സെന്റിമീറ്റർ ആണ്. ഓക്കെ, √49 എന്ന് പറഞ്ഞാൽ 7 സെന്റിമീറ്റർ ആണ്. അതായത് ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലായെങ്കിൽ മാത്രമാണ് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ B ആണ്, 7 സെന്റിമീറ്റർ. ഇനി നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കാം. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് അടിച്ചൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഇതിൽ ചില ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പലതും ഫിഗർ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ചെയ്യേണ്ടത് നമുക്കറിയുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് എളുപ്പമുള്ളത് സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവുക. ഓക്കെ, എന്നിട്ട് പിന്നെ വീണ്ടും സെക്കൻഡ് റൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കുറച്ച് ടഫായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ദി ആവറേജ് സ്പീഡ് ഓഫ് എ കാർ ആൻഡ് എ ബസ് ആർ 80 km/h ആൻഡ് 60 km/h റെസ്പെക്റ്റീവ്ലി. ദി റേഷ്യോ ഓഫ് ടൈം ടേക്കൺ ബൈ ദം ഫോർ ഈക്വൽ ഡിസ്റ്റൻസ് ഈസ്. ഓക്കെ, അതായത് ഒരു കാറിൻ്റെയും ബസ്സിൻ്റെയും ആവറേജ് സ്പീഡുകൾ തന്നിട്ടുണ്ട്. 80 km/h 60 km/h ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് അവരെടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സ്പീഡ് കൂടുതലാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്പീഡ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരു നിശ്ചിത സ്ഥലത്ത് എത്താൻ സാധിക്കും. ശരിയല്ലേ? സ്പീഡ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരു നിശ്ചിത സ്ഥലത്ത് എത്താൻ സാധിക്കും. പക്ഷെ സ്പീഡ് കുറവാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഓക്കെ, സ്പീഡ് കൂടുമ്പോൾ അവിടെ സമയം കുറയുകയാണ് ചെയ്യുന്നത്, സ്പീഡ് കുറയുമ്പോൾ സമയം കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നോക്കിക്കോളൂ, കാറിൻ്റെയും ബസ്സിൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോ 80ഉം 60ഉം ആണ്. ഓക്കെ, സ്പീഡിൻ്റെ റേഷ്യോ സ്പീഡുകളുടെ റേഷ്യോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്പീഡുകൾ 80ഉം 60 km/h ആണല്ലോ. അപ്പോൾ 80:60 ആണ് റേഷ്യോ വരിക. അതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ ചോദിച്ചിട്ടുള്ള ടൈമിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഇതിന് രണ്ടിനും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി. ഓക്കെ, 60 എന്നുള്ളത് കാറിൻ്റെ സ്ഥാനത്തും അതുപോലെ 80 എന്നുള്ളത് എവിടെ എഴുതുന്നു? ബസ്സിൻ്റെ സ്ഥാനത്തും എഴുതുക.
ഓക്കെ, സ്പീഡ് തന്നിട്ട് ടൈമിൻ്റെ റേഷ്യോ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ സ്പീഡിൻ്റെ റേഷ്യോനെ നേരെ തിരിച്ചിട്ടാൽ മതി. ഓക്കെ, അതായത് സ്പീഡുകൾ നേരെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ നമുക്കിവിടെ 60:80 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം 0 ക്യാൻസൽ ചെയ്യുന്നു, പിന്നെ 6:8 വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്നു. 6ന്റെ പാതി 3യും 8ന്റെ പാതി 4ഉം എടുക്കുന്നു. അങ്ങനെ 3.4 എന്ന് കിട്ടും. ഓക്കെ, ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, 3.4 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദി ബേസ് റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ കോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, വൃത്തസ്തൂപിക അല്ലേ. ഈ കോൺ എവിടെ നിന്നാണ് ഉണ്ടാകുന്ന, ഒരു സെക്ടർ. ഓക്കെ, ഒരു സെക്ടറിനെ എന്ത് ചെയ്തിട്ടാ, റോളപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, കോൺ ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ, ഒരു സെക്ടർ. ഓക്കെ, ഈ സെക്ടറിനെ റോൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോണ് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെയാണ് ഒരു സെക്ടർ വരുന്നത്. സെക്ടർ എന്താ, ഒരു വൃത്തത്തിൻ്റെ ഒരു പോർഷനാണ് സെക്ടർ. ഓക്കെ, ഇങ്ങനെയുള്ളൊരു വൃത്തത്തിൻ്റെ ഒരു പോർഷനാണ് സെക്ടർ എന്ന് പറയുന്നത്. ഈ സെക്ടറിനെ ഇങ്ങനെ ഈ രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോണിൻ്റെ ഷേപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, ഈ കാര്യം മനസ്സിലായാലും ഇനി എങ്ങനെയാണെന്ന് വരുന്നത് നോക്കാം കേട്ടോ. ഇവിടെ ലെഫ്റ്റിലുള്ള ഫിഗർ ശ്രദ്ധിച്ചു. ഇതെന്താണ്, ഒരു സെക്ടറാണ് അല്ലെ, ഒരു വൃത്തത്തിൻ്റെ പോർഷനെയാണ് എന്ത് പറയുന്നത്, സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിനെയാണ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി. ഓക്കെ, സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 360 ആണല്ലോ അല്ലെ, 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ റോളപ്പ് ചെയ്തിട്ട് ഒരു കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആർ എന്ന് പറയുന്നത് സെക്ടറിൻ്റെ റേഡിയസ് ആണ്. ആ സർക്കിളിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും എന്ത് വരുന്നത്, സെക്ടറിൻ്റെയും റേഡിയസ് വരുന്നത്. ഈ റോളപ്പ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, സെക്ടറിനെ റോളപ്പ് ചെയ്തിട്ട് ഒരു കോൺ ഉണ്ടാക്കി മാറ്റുമ്പോൾ ഈ റേഡിയസ് ഉണ്ടല്ലോ, അതായത് സെക്ടറിൻ്റെ റേഡിയസ് കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഒരു സെക്ടറാണ്. അതിനെ റോളപ്പ് ചെയ്തിട്ട് ഒരു കോൺ ഉണ്ടാക്കിയിരിക്കുന്നു. ആ കോണിന് എന്തെല്ലാം ഉണ്ട്, ഇതെന്ന് പറയുന്നത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. ഓക്കെ, എൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് സ്ലാൻഡ് ഹൈറ്റ് ആണ്. പിന്നെ ഉള്ളതൊരു ഹൈറ്റ് ഉണ്ട്, എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റ് ഉണ്ട്. അത് ഈ സെൻറ്ററിൽ നിന്നും ഇത് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊരു റേഡിയസ് ഉണ്ട് കേട്ടോ, ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് ബേസിലുള്ള സർക്കിള്, ആ സർക്കിളിൻ്റെ റേഡിയസ്. ഇത്രയും ഭാഗങ്ങളാണ് ഇതിന് നമ്മുടെ ഒരു കോണിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ട്, ചരിവ് ഉയരം, ആ ചരിഞ്ഞിരിക്കുന്നത്. പിന്നെ അതല്ലാതൊരു ഹൈറ്റ് ഉണ്ട്, എച്ച് എന്ന് പറയുന്നത്, അതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ അടിഭാഗത്തുള്ള ബേസിലുള്ള സർക്കിളിൻ്റെ റേഡിയസും. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് ഏതിനുള്ളത്, കോണിനുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ റോളപ്പ് ചെയ്തിട്ട് ഒരു കോണായിട്ട് മാറ്റുന്ന സമയത്ത് സെക്ടറിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും എന്ത് വരുന്നത്, കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെക്ടറിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും. ഇനി കോണിൻ്റെ ബേസ് റേഡിയസ് കേട്ടോ. ഓക്കെ, ഇനി ഇപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് കിട്ടിയല്ലോ. ഇനി കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ R ആണ്. ഇനി നമുക്ക് ബേസ് റേഡിയസ് എങ്ങനെയാണെന്ന് നോക്കാം. കോണിൻ്റെ ബേസ് റേഡിയസ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഇക്വേഷൻ നോക്കിക്കോളൂ. ബേസ് റേഡിയസ് R = θ/360 × R. ഓക്കെ, ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തീറ്റ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ആണ്. അത് ഡിവൈഡഡ് ബൈ 360 ടോട്ടൽ ആംഗിൾ. ഓക്കെ, ടോട്ടൽ ആംഗിളിൽ ഈ 60 ഡിഗ്രി ഇത്രയും ഭാഗം ഇൻറ്റു ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മുടെ സെക്ടറിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, സെക്ടറിൻ്റെ റേഡിയസിൻ്റെ θ/360 ടൈംസ് ആയിരിക്കും കോണിൻ്റെ റേഡിയസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സെക്ടറിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ, അത് സ്ലാൻഡ് ഹൈറ്റ് ആയിട്ടും, ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് ആയിട്ടും പിന്നെ എന്താ റേഡിയസിൻ്റെ θ/360 ടൈംസ് ആയിരിക്കും ഏത് കോണിൻ്റെ റേഡിയസും വരുന്നത്. ഓക്കെ, അതായത് തീറ്റയ്ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 60 തീറ്റയുടെ വാല്യൂ എന്താ, 60 അല്ലേ, 60/360. 60/360 എന്ന് വെച്ചാൽ 0 ക്യാൻസൽ ചെയ്യുന്നു, 6 പ്രാവശ്യം ഉണ്ട്, R/6 എന്ന് കിട്ടും. ഓക്കെ, R/6 എന്ന് കിട്ടും ഏത്, ബേസ് റേഡിയസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സ്ലാൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, റേഷ്യോ ഓഫ് ദി ബേസ് റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, ബേസ് റേഡിയസ് എത്രയാ, ബേസ് റേഡിയസ് എന്ന് പറയുന്നത് R/6 ആണ്. അതും സ്ലാൻഡ് ഹൈറ്റ് എന്താ, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ് അല്ലേ. അപ്പോൾ അവ തമ്മിലുള്ള റേഷ്യോ ആണ് R/6 R. ഓക്കെ, ഇനി നമുക്ക് എന്താ കോമൺ ആയിട്ട് R ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ 1/6 ആണ്, റൈറ്റ് സൈഡിലാണെങ്കിൽ 1ഉം. ഓക്കെ, ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 6 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 1/6ഉം റൈറ്റ് സൈഡിൽ 1ഉം ആണ്. ഈ 6 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1:6 എന്നാണ് റേഷ്യോ കിട്ടുന്നത്.
ഓക്കെ, ബേസ് റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഈ റേഷ്യോയിൽ ഫസ്റ്റ് എഴുതുന്നത് എന്ത് തന്നെ ആയിരിക്കണം? ബേസ് റേഡിയസ് തന്നെയായിരിക്കണം. ബേസ് റേഡിയസ് നമുക്ക് എത്ര കിട്ടി? 6/6 കിട്ടി. സ്ലാൻഡ് ഹൈറ്റ് ക്യാപിറ്റൽ R. പിന്നെ റേഷ്യോ ആക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിൻ്റെയും കറക്റ്റ് വാല്യൂ അറിയില്ല. അതുകൊണ്ട് തന്നെ രണ്ടിലും ഒരു കോമൺ ടേം വരണം. അതിന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ R-ന്റെ ടേംസിൽ തന്നെ ബേസ് റേഡിയസും ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ C ആണ്. അടുത്ത ചോദ്യം നോക്കാം. The average of 8 numbers is 100. The difference between the two greatest number is 20. Average of the remaining 6 numbers is 85. Then the greatest number is. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 8 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അതിൽ ടോട്ടൽ എത്രയാണ്? 100 ആണ് അതിൻ്റെ ആവറേജ്. ഓക്കെ, ആവറേജ് എന്ന് പറയുന്നത് ഈ 8 നമ്പേഴ്സിൻ്റെ ആവറേജ് 100 ആണ്. അതുപോലെ തന്നെ രണ്ട് ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, രണ്ട് ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ് ഒഴിച്ച ബാക്കിയുള്ള 6 നമ്പേഴ്സിൻ്റെ ആവറേജ് 85 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഫൈൻഡ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്പേഴ്സ് x1, x2, x3, എക്സെട്ര x8 എന്ന് എടുക്കുന്നു. ഓക്കെ, ഇതിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്ന് കരുത്. ആദ്യം ചെറുത് x1, ദെൻ അതിനേക്കാൾ വലുത് x2, x3, ദെൻ ഏറ്റവും ലാർജസ്റ്റ് നമ്പറാണ് x8 എന്ന് കരുതുക. ഓക്കെ, പിന്നെ ഇതിൽ എന്താ പറയുന്നത്? ആവറേജ് അല്ലേ? 8 നമ്പേഴ്സിൻ്റെ ആവറേജ് 100 ആണെന്ന് തന്നിട്ടുണ്ട്. ആവറേജ് 100 ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എന്താ വരിക? x1 + x2 + എക്സെട്ര x8 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 × 8 ആണല്ലേ? ഓക്കെ, 100 × 8 നമ്പേഴ്സ് ആയതുകൊണ്ട് × 8 ചെയ്തപ്പോൾ 800 കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്പേഴ്സ് x1, x2, എക്സെട്ര x8 എന്ന് എടുക്കുന്നു. ടോട്ടൽ സം എന്ന് പറയുന്നത് 800 ആണ്. ഇനി രണ്ട് ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എത്രയാ? ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? x7ഉം x8ഉം ആണല്ലോ ഗ്രേറ്റസ്റ്റ് നമ്പർ. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ x8ൽ നിന്ന് x7 സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടും? 20. അവിടെ ഡിഫറൻസ് എത്രയാണ്? 20 ആണ്. ഓക്കെ, ഇനി സം ഓഫ് റിമൈനിങ് 6 ആവറേജ് തന്നിട്ടുണ്ട്. ആവറേജ് ഓഫ് റിമൈനിങ് 6 85 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് റിമൈനിങ് 6 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 6 × 85 അല്ലേ? ദാറ്റ് ഈസ് 6 × 85 = 510. ഓക്കെ, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. എപ്പോഴും ആവറേജിന് ടോട്ടൽ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലാണ് കിട്ടുക. ആവറേജ് ഇൻറ്റു, അതായത് ആവറേജ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് ആവറേജ്. അപ്പോൾ സമ്മ് കിട്ടാനായിട്ട് ആവറേജിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ റിമൈനിങ് 6 നമ്പേഴ്സിന് സമ്മ് 510 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് നോക്കിക്കോളൂ. ടോട്ടൽ 8 നമ്പേഴ്സ് എത്രയാണ്? 800 ആണ് കിട്ടുന്നത്. 6 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 510 ആണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ലാർജസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ സമ്മ് എന്താ? x7ഉം x8ഉം തമ്മിൽ ആഡ് ചെയ്ത് എന്ത് കിട്ടും? ഈ 800ൽ നിന്ന് 510 സബ്ട്രാക്ട് ചെയ്യുന്നു. 800ൽ നിന്ന് 510 കുറയ്ക്കുന്നു, 290 കിട്ടും. ഇത്രയും ക്ലിയർ ആണല്ലോ. ടോട്ടൽ 8 നമ്പേഴ്സിന് സമ്മ് കിട്ടി. 6 നമ്പേഴ്സിൻ്റെ സ്മോളസ്റ്റ് 6ൻ്റെ സമ്മ് കിട്ടി. അവ രണ്ടും നമ്മൾ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ലാർജസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ സമ്മാണ് കിട്ടുന്നത് 290. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ലാർജസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസും ഉണ്ട്, സമ്മും ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മളിതിൽ ലാർജസ്റ്റ് നമ്പർ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ്? 2 ലാർജസ്റ്റ് നമ്പേഴ്സിൻ്റെ സമ്മുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സമ്മും ഡിഫറൻസും ഉണ്ടെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. ഗ്രേറ്റസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ, ശ്രദ്ധിച്ചോളൂ, 2 നമ്പേഴ്സിൻ്റെ സമ്മും ആ 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസും ഉണ്ടെങ്കിൽ അതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഫൈൻഡ് ചെയ്യാനായിട്ട് സം പ്ലസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. ഓക്കെ, ഗ്രേറ്റസ്റ്റ് നമ്പർ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? സമ്മും ഡിഫറൻസും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഇതുപോലെ സ്മോളസ്റ്റ് നമ്പർ ആണെങ്കിൽ 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും ഉണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ സമ്മും ഡിഫറൻസും കൂടി കൂട്ടി ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഇനി സ്മോളസ്റ്റ് നമ്പറാണ് കാണുന്നതെങ്കിൽ അവയുടെ ഡിഫറൻസ് എടുക്കുക, സമ്മും ഡിഫറൻസും കൂടി സബ്ട്രാക്ട് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ സമ്മും ഡിഫറൻസും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. ഓക്കെ, അതായത് 290 + 20 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 155 എന്ന് കിട്ടും. ഏതാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ? ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഗ്രേറ്റസ്റ്റ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ C ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത പാർട്ടിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.